എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. പണ്ടത്തെ രാജാക്കന്മാർ പൊതുവെ പെണ്ണുപിടിയന്മാരും സുഖലോലുപന്മാരുമായിരുന്നു. അവർക്ക് ആചാരപ്രകാരം കല്യാണം കഴിച്ച ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്യാണങ്ങൾ അധികവും മറ്റ് രാജാക്കന്മാരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചതാണ്. പല യുദ്ധങ്ങളും അപ്രകാരം ഒഴിവാക്കപ്പെട്ടു. എന്തായാലും 3-4 ഭാര്യമാർ ഇല്ലാത്ത രാജാക്കന്മാരെ കണ്ടുമുട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതല്ലാതെ വെപ്പാട്ടിമാർ എന്ന ഒരു കൂട്ടം സ്ത്രീകൾ വേറെയും കസ്റ്റഡിയിലുണ്ടായിരുന്നു. അവർ കൊട്ടാരത്തിൽ തന്നെ ഒരു ഹറത്തിൽ ജീവിച്ചു. രാജാവ് എന്തെങ്കിലും കറങ്ങിത്തിരിഞ്ഞു വരുമ്പോൾ അവരെ കണ്ടെങ്കിലായി. പ്രേമം ആ സമയം മുള പൊട്ടിയെങ്കിൽ അങ്ങനെ. വഴിയിൽ കാണുന്ന സുന്ദരികളെ പിടിച്ചു കൊണ്ടുവരുന്ന പരിപാടി പൊതുവെ രാജാക്കന്മാർക്ക് കുറവായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തവർ കുറവാണ്. വെപ്പാട്ടിമാരെ സമ്പാദിക്കാറുള്ളതൊന്നും ആ വഴിയിലൂടെയല്ല. യുദ്ധത്തടവുകാരികൾ, അടിമ വിപണിയിൽ നിന്ന് വാങ്ങിയവർ, സമ്മാനമായി ലഭിച്ചവർ, അല്ലെങ്കിൽ പ്രത്യേക പരിശീലനം ലഭിച്ച കൊട്ടാര സ്ത്രീകൾ, ഇവരൊക്കെ ആയിരുന്നു വെപ്പാട്ടികളിൽ അധികവും. ഇങ്ങനെയുള്ളവരെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നതിനാൽ വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങൾ രക്ഷപ്പെട്ടു. ഇവരെയെല്ലാം എന്തിനാണ് കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ചത് എന്നാണെങ്കിൽ, രാജാവിന് എപ്പോൾ വേണമെങ്കിലും കാണാൻ കഴിയുന്ന ഒരു സ്വകാര്യ വാസസ്ഥലത്തെയാണ് ഈ ഹറം എന്ന് പറയുന്നത്. രാജാവിന് എപ്പോഴാണ് ഒരാളോട് മോഹം തോന്നുക എന്ന കാര്യം അറിയില്ലല്ലോ. ആ ടൈമിൽ കുതിരയെടുത്ത് പുറത്തേക്ക് പോകുക വലിയ ബുദ്ധിമുട്ടാണ്. രാജാവിന് വെപ്പാട്ടികളിൽ ഒരാളെ ഓർമ്മ വന്നാൽ ഉടൻ ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കണം. അതിനാണ് ഹറമിൽ പാർപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ താല്പര്യമില്ലാത്ത സമയത്ത് പ്രണയം ഉണ്ടാക്കാനുള്ള മരുന്നൊന്നും അക്കാലത്ത് കണ്ടുപിടിച്ചിരുന്നില്ല. ലൈംഗിക ബന്ധങ്ങൾ പലപ്പോഴും ഓപ്പണായിരുന്നു. ഫാനില്ലാത്തതിനാൽ പരിചാരികകൾ വീശിക്കൊണ്ടിരിക്കും. പ്രണയരംഗമാണെങ്കിലോ അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. റോമിലെ ചക്രവർത്തിമാരെ പറ്റിയുള്ള സീരീസുകൾ കണ്ടാൽ നമുക്കിത് മനസ്സിലാവും. രാജാക്കന്മാർക്ക് നാണം കൊണ്ടു കൊടുത്തത് എയർ കണ്ടീഷണറും ഫാനുകളുമാണ്. അതിനു മുമ്പ് അവർ വാതിൽ വരെ അടയ്ക്കാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാജാവിന് പല ഭാര്യമാരിൽ പല കുട്ടികൾ ഉണ്ടാകുന്നത് സാധാരണയായ ഒരു സംഗതിയായിരുന്നു. എന്നാൽ അങ്ങേരുടെ തണ്ടലിൻ്റെ ബലം കുറഞ്ഞു എന്ന് കണ്ടാൽ അതിനുള്ള ശിക്ഷയും കിട്ടുമായിരുന്നു. മക്കളാണ് ശരിക്കും ശത്രുക്കളാകുക. തന്തയെ എങ്ങനെ ഒതുക്കി അധികാരം പിടിക്കാം എന്നതായിരിക്കും മക്കളുടെ ചിന്ത. തന്തയെ കൊല്ലുകയോ തടവിലിടുകയോ ചെയ്യാം. പക്ഷേ അധികാരം ആർക്കാണ് അധികാരം കിട്ടേണ്ടത്? ആൺമക്കൾ തന്നെ ഒരുപാടുണ്ടാവും. അവർ തമ്മിലടിക്കും. പിന്തുടർച്ച ആരായിരിക്കണം എന്നതിനെപ്പറ്റി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിയമം ഇല്ലായിരുന്നു. ആദ്യ ഭാര്യയുടെ മൂത്ത മകൻ പിന്തുടർച്ച അവകാശിയായിരിക്കും എന്നൊരു നിയമം ഉണ്ട് എന്ന് വെക്കുക. അത് രണ്ടാമത്തെ ഭാര്യ അംഗീകരിക്കില്ല. അവൾ സുന്ദരിയും മോഹിനിയുമാണെങ്കിൽ സ്ത്രീലമ്പടനായ ദശരഥനോട് പറയും, നമ്മുടെ മോൻ രാജാവാകട്ടെ, മൂത്തവൻ കാട്ടിൽ പോട്ടെ എന്ന്. ഇതെപ്പോഴും സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സംഭവിച്ചു. ഷാജഹാൻ എന്ന മുഗൾ ചക്രവർത്തി ചരിത്ര രേഖകൾ പ്രകാരം 3 ഔദ്യോഗിക വിവാഹങ്ങൾ കഴിച്ചു. ആദ്യ ഭാര്യ കന്ദഹാരി ബീഗം, മൂന്നാമത്തെ ഭാര്യ അക്ബരാബാദി ബഹൽ. ഇവർക്ക് പുറമെ രാജകൊട്ടാരത്തിൽ ഇഷ്ടം പോലെ വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയുന്നത് മുംതാസിനെ പറ്റിയാണ്. കാരണം അവൾക്ക് വേണ്ടിയാണ് ഷാജഹാൻ താജ്മഹൽ പണിതത്. മുംതാസ് ഷാജഹാൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ. അതെന്തുകൊണ്ടായിരിക്കും? മറ്റാരും പ്രസവിച്ചില്ല. ഷാജഹാന് മക്കളെ കൊടുത്തത് മുംതാസ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളെ പ്രസവയന്ത്രം ആക്കാൻ പാടില്ലല്ലോ. അതൊക്കെ എന്ത് മുടിഞ്ഞ പ്രേമമാണ്. ഷാജഹാൻ്റെ പ്രേമം കൊണ്ട് മുംതാസ് വലഞ്ഞു. കൊല്ലം ഒരു കുഞ്ഞിനെ വീതം പ്രസവിക്കാൻ തുടങ്ങി. 5 or 6 അല്ല, 14 പേരെ പെറ്റു. 1613 14ാമത്തെ പ്രസവം നടക്കുമ്പോൾ ഈ പണ്ടാറക്കാലൻ മുടിഞ്ഞു പോട്ടെ എന്ന് പ്രാഗിക്കൊണ്ട് മുംതാസ് കണ്ണടച്ചു. എന്നാൽ ഷാജഹാൻ മുടിഞ്ഞില്ല. 15ാമതൊരു പ്രസവത്തിന് ചാൻസ് കൊടുക്കാതെ ഭാര്യയെ കയറുകെട്ടി വരിഞ്ഞ് കൊണ്ടുപോയ കാലനോടുള്ള പ്രതിഷേധം തീർക്കാനായി പുള്ളി രാജ്യം മുടിക്കാൻ തീരുമാനിച്ചു. യമുന നദിക്കരയിൽ അന്യാദൃശ്യമായ ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു. ലോകം ഞെട്ടണമെങ്കിൽ നാട്ടുകാർ ബുദ്ധിമുട്ടണം. ഖജനാവ് പറ്റാവുന്നത്ര കാലിയാക്കിക്കൊണ്ട് ഷാജഹാൻ അങ്ങനെ താജ്മഹൽ നിർമ്മിച്ചു. മക്കൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഷാജഹാൻ്റെ 14 മക്കളിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് പ്രകാരം 6 കുട്ടികൾ മാത്രമാണ് അതിജീവിച്ചത്. മൂത്ത മകൻ ദാരാ ഷിക്കോഫ്, രണ്ടാമത്തെ മകൻ ഷാ ഷുജ, മൂന്നാമത്തെ മകൻ അറംഗേബ്, നമ്മൾ ഔറംഗസീബ് എന്ന് വിളിക്കുന്നത്, മുറാദ് ബഷ് 4, പിന്നെ ജഹനാര ബീഗം, റോഷനാര ബീഗം. മറ്റുള്ളവരൊക്കെ ഓരോ സമയങ്ങളിലായിട്ട് മരിച്ചുപോയി. ഇത്രയ്ക്കധികം പണം മുടക്കി അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ സ്മാരകം പണിയണം. അമ്മ ചത്തപ്പോൾ അച്ഛന് ഭ്രാന്തായോ? അന്ന് ഷാജഹാന് നല്ല ആരോഗ്യമുള്ള കാലമാണ്. അധികം ഡയലോഗ് അടിച്ചാൽ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെടും. അതിനാൽ അപ്പൻ്റെ മുഴുവൻ വിക്കറ്റുകളും വീഴുന്നതുവരെ കാത്തിരിക്കാൻ മക്കൾ തീരുമാനിച്ചു. താജ്മഹൽ പൂർത്തിയാകാൻ 22 വർഷം എടുത്തു. അതായത് 1653 പൂർത്തിയാക്കി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ മക്കളുടെ ഭാഗ്യത്തിന് ഷാജഹാന് ഗുരുതരമായ ഒരു രോഗം ബാധിച്ചു. മരിച്ചു എന്ന് പോലും പ്രചാരണം വന്നു. അതോടെ
മക്കൾ തമ്മിൽ അധികാരത്തിനായി മത്സരം തുടങ്ങി. ഷാജഹാന് മൂത്ത മകൻ ദാരാ ഷിക്കോഫ് അധികാരത്തിൽ വരണം, രാജാവായി വരണം എന്നായിരുന്നു ആഗ്രഹം. കാരണം ദാര വലിയ ഒരു പണ്ഡിതനായിരുന്നു. ഇന്നത്തെ കണക്കിൽ പുള്ളി ഭയങ്കര സെക്കുലർ ആയിരുന്നു. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കൾ നിറഞ്ഞൊരു സാമ്രാജ്യമാണ് അവർ ഭരിക്കുന്നത്. അത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മതബോധം കുറഞ്ഞ ആൾ വേണം. ദാര അങ്ങനത്തെ ഒരാളായിരുന്നു. മുത്തച്ഛനായിരുന്ന അക്ബറിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റിയ ആൾ. ഇന്നത്തെ കാലത്ത് നമ്മളെ നെഹ്റുവിൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് മുഗൾ ഭരണകാലത്ത് അക്ബറിൻ്റെ പാരമ്പര്യം. പക്ഷേ മുഗൾ ഇന്ത്യക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ധാരയെ മറ്റു മക്കൾ അംഗീകരിച്ചില്ല, പ്രത്യേകിച്ചും ഔറംഗസേബ്. ഷാജഹാന് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കിയതോടെ 4 പേരും മുഗൾ സാമ്രാജ്യം ഭരിക്കാൻ വേണ്ടി തലസ്ഥാനത്തേക്ക് കുതിച്ചു. ആ സമയത്ത് ആഗ്ര കോട്ടയിലായിരുന്നു ഷാജഹാൻ. ഖജനാവും അവിടെയായിരുന്നു. പിള്ളേരോ അവരെവിടെയൊക്കെയായിരുന്നു? സാമ്രാജ്യം വളരെ വലുതായിരുന്നല്ലോ. ഓരോ വലിയ ഏരിയ ഭരിക്കാൻ ഓരോ മക്കളെയും ഷാജഹാൻ നിയോഗിച്ചിരുന്നു. ദാരാ ഷിക്കോഫ് ഷാജഹാൻ്റെ തൊട്ടടുത്ത് ആഗ്രയിൽ തന്നെ ഗവർണറായി. കാരണം അദ്ദേഹമായിരുന്നു ഷാജഹാൻ്റെ മനസ്സിലുള്ള ഔദ്യോഗിക അനന്തരാവകാശി. ഔറംഗസേബ് ഡെക്കാനിലായിരുന്നു. എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ഒരു ഭാഗം, തെലുങ്കാന, വടക്കൻ കർണാടക, ആ ഒരു ഏരിയ. പുള്ളിയുടെ ആസ്ഥാനമായിരുന്നു ഔറംഗാബാദ്. ആ പേര് അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. മറ്റൊരു മകനായ ഷാ ഷുജാ ബംഗാളിൻ്റെ ഗവർണറായിരുന്നു. മുറാദ് ബക്ഷ് ഗുജറാത്തിൻ്റെ ഗവർണറുമായിരുന്നു. അപ്പം മരിക്കാറായി എന്ന് കേട്ടതോടെ പിള്ളേർക്കൊക്കെ സന്തോഷം കൊണ്ട് കൺട്രോൾ പോയി. പക്ഷേ ഒരു യാഥാർത്ഥ്യം ആ സന്തോഷം കെടുത്തി. അച്ഛൻ ദാരാ ഷിക്കോഫിനെ ആയിരിക്കും സിംഹാസനത്തിലിരുത്തുക. ഇതെങ്ങനെ മറ്റുള്ളവർ സഹിക്കും? ദാരയ്ക്ക് സിംഹാസനം വിട്ടുകൊടുത്താൽ പിന്നെ അയാൾ ചാവണതും കാത്തിരിക്കണം. അപ്പോഴേക്കും ദാരയുടെ മക്കൾ വലുതായിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ എന്നും ഗവർണർമാർ. ഔറംഗസേബിനായിരുന്നു കൂടുതൽ ക്രിമിനൽ മൈൻഡ് സെറ്റ്. അവൻ ഗുജറാത്ത് ഭരിക്കുന്ന സഹോദരൻ മുറാദ് ബക്ഷുമായി ഒരു സഖ്യമുണ്ടാക്കി. പുള്ളി മുറാദിനോട് പറഞ്ഞു, ആദ്യം നമുക്ക് ധാരയെ തോൽപ്പിക്കാം, പിന്നീട് നമുക്ക് 50-50 സാമ്രാജ്യം ഭരിക്കാം. അതിൽ അദ്ദേഹം വീണു. എന്നാൽ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന ഷാ ഷുജാ സഹോദരന്മാരായ ഔറംഗസേബിനെയും അതുപോലെ ധാരയെയും മുറാദിനെയും മൈൻഡ് ചെയ്തില്ല. പുള്ളി ബംഗാളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാനാണ് മുഗൾ ചക്രവർത്തി എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് ആഗ്ര കോട്ട പിടിക്കാൻ സൈന്യവുമായി പുറപ്പെട്ടു. ദാരാ ഷിക്കോഫ് ഈ വിവരം അറിഞ്ഞപ്പോൾ മൂത്ത മോനായ സുലൈമാനെ വിളിച്ചു പറഞ്ഞു, മോനെ, നിൻ്റെ ഇളയച്ചൻ കിഴക്ക് നിന്നും പടയുമായി വരുന്നുണ്ട്. ഇപ്പോൾ പോയാൽ കാശി കടക്കുന്നതിന് മുമ്പ് അവനെ പിടിക്കാം. സുലൈമാനും രാജാ ജയ്സിംഗ് ഉൾപ്പെടെയുള്ള സേനാനായകരും ചേർന്ന് ഷാ ഷുജയെ കാശിക്കടുത്തുള്ള ബഹദർപൂരിൽ വെച്ച് നേരിട്ടു. 1658 ഫെബ്രുവരി 14 നടന്ന യുദ്ധത്തിൽ ഷാ ഷുജ തോറ്റു. ഷൂജ നേരെ ബംഗാളിലേക്ക് തിരിച്ചോടി. ഈ സമയം ഔറംഗസേബ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് സൈന്യവുമായി കിഴക്കോട്ട് നീങ്ങി. സഹോദരൻ മുറാദ് ബക്ഷിൻ്റെ സൈന്യം അവരോടൊപ്പം ചേർന്നു. ലക്ഷ്യം നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ ആഗ്ര കോട്ട പിടിക്കണം. അവിടെയാണ് ഖജനാവും കാർന്നൂരും ധാരയും ഉള്ളത്. അവരുടെ കഥ കഴിച്ച് ഖജനാവ് കൈക്കലാക്കിയാൽ മുഗൾ സാമ്രാജ്യം തൻ്റെ കയ്യിൽ. ഔറംഗസേബ് കണക്ക് കൂട്ടി. ശയ്യാവലംബിയായി കിടക്കുന്ന ഷാജഹാൻ ധാരയോട് പറഞ്ഞു, നീ ഇവിടെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. അവൻ ഈ കോട്ട ദീർഘനാൾ ഉപരോധിച്ചാൽ പിന്നെ നമ്മൾ പട്ടിണി കിടന്ന് ചാവും. നീ ഒരു കാര്യം ചെയ്യും, അവനെ ചെന്ന് വഴിയിൽ തടയും. സൈന്യം മൊത്തം നിൻ്റെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ ധാരായും സൈന്യവും ആഗ്രയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തുള്ള സമുഗഡ് എന്ന സ്ഥലത്ത് വെച്ച് ഔറംഗസേബ് മുറാദ് സേനയുമായി ഏറ്റുമുട്ടി. ദാരാ ഷിക്കോഫ് ഒരു പണ്ഡിതനും തത്വചിന്തകനുമായിരുന്നു. എന്നാൽ യുദ്ധഭൂമിയിൽ അങ്ങനെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഔറംഗസേബിനായിരുന്നു കൂടുതൽ. അതുകൊണ്ട് പുള്ളിക്ക് യുദ്ധവേളയിൽ ഒരു അബദ്ധം പറ്റിയതായി ചരിത്രകാരന്മാർ പറയുന്നു. യുദ്ധത്തിനിടെ ദാര തൻ്റെ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആനപ്പുറത്തിരിക്കുന്ന രാജകുമാരനെ നോക്കിയാണ് സൈന്യം അക്കാലത്ത് യുദ്ധം ചെയ്യാറ്. അവരുടെ ധൈര്യം ആ ആനപ്പുറത്തിരിക്കുന്ന രാജകുമാരനാണ്. ആനപ്പുറത്ത് ധാരയെ കാണാതായപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം പടർത്തി. ഇതോടെ സൈനികരുടെ ആത്മവിശ്വാസം തകർന്ന് പലരും യുദ്ധഭൂമിയിൽ നിന്ന് ഓടി ചിതറിപ്പോയി. യുദ്ധത്തിൻ്റെ ഗതി മാറി. യുദ്ധത്തിൽ ധാര പരാജയപ്പെട്ടു. 1658 മെയ് 29 സമ്പൂർണ്ണമായി തോറ്റു. വലിയ സൈന്യം കൂടെ ഉണ്ടായിട്ടും പരാജയപ്പെട്ടു. ധാര പിന്തിരിഞ്ഞ് ആഗ്രയിലെത്തി. ഷാജഹാൻ അപ്പോഴും ആഗ്ര കോട്ടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ധാരയുടെ സൈന്യം ചിതറിപ്പോയി. ഔറംഗസേബിൻ്റെ സൈന്യം അതിവേഗം ആഗ്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു സൈന്യം ഉടൻ സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് ധാരയ്ക്ക് മനസ്സിലായി. ആഗ്ര കോട്ടയിൽ വെച്ച് ഭാര്യയും മക്കളും കുറച്ച് അനുയായികളുമൊത്ത് അദ്ദേഹം ഡൽഹിയിലേക്ക് മുങ്ങി. അവിടെ നിന്ന് പിന്നീട് രാജസ്ഥാൻ, ഗുജറാത്ത്, സിന്ധ് എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള കച്ചകെട്ടി ഇറങ്ങി. ധാര പോയതോടെ ഔറംഗസേബിന് പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. പുള്ളി ആഗ്ര കോട്ട വളഞ്ഞ് ഷാജഹാനെ തടവിലാക്കി. ഖജനാവിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ പുള്ളി ബാദ്ഷാ ആയി. 1658 ജൂൺ ജൂലൈ മാസങ്ങൾ 2 മാസങ്ങൾ കൊണ്ട് പുള്ളി ചക്രവർത്തിയായി മാറി. പക്ഷേ അപ്പോഴാണ് ബംഗാളിൽ നിന്ന് സഹോദരനായ ഷാ ഷുജയുടെ വരവ്, രണ്ടാമത്തെ വരവ്.
ഇവനെ ധാരയുടെ മകൻ സുലൈമാൻ തോൽപ്പിച്ച് വിട്ടതാണ്. പക്ഷേ എവിടെ നിന്നൊക്കെയോ സൈന്യത്തെ സംഘടിപ്പിച്ച് അവനും ആഗ്ര ലക്ഷ്യമാക്കി വീണ്ടും വരുന്നു. അവനെ കാര്യമായി ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് ഔറംഗസേബ് തീരുമാനിച്ചു. പുള്ളി സൈന്യവുമായി കിഴക്കോട്ട്, ഷാ ഷുജാ ആഗ്ര ലക്ഷ്യമാക്കി പടിഞ്ഞാട്ട്. അവർ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ഭാഗത്ത് സംഗമിച്ചു. ഖാജോ എന്ന സ്ഥലത്ത് വെച്ച് പൊരിഞ്ഞ യുദ്ധം. വിജയം ഉറപ്പായും ഔറംഗസേബിന് തന്നെ. 1659 ജനുവരി 5 ഷാ ഷുജാ ബംഗാളിലേക്ക് വീണ്ടും ഓടി. വേണമെങ്കിൽ ഔറംഗസേബിന് ഷാ ഷുജയെ വെറുതെ വിടാമായിരുന്നു. സഹോദരനല്ലേ, ബംഗാൾ അവൻ ഭരിച്ചോട്ടെ എന്ന് വയ്ക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം പല രാജകുടുംബങ്ങളിലും ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാർ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പെണ്ണുപിടിയന്മാരായിരുന്നതിനാൽ വരാല് പാറ്റിയതുപോലാണ് രാജാവിന് മക്കളുണ്ടായിരുന്നത്. അവർ പരസ്പരം കാണുന്നത് തന്നെ അപൂർവം. ഭരതൻ കാണിച്ച സഹോദര സ്നേഹമൊക്കെ രാമായണത്തിൽ മാത്രമുള്ളതാണ്, പ്രായോഗികമായി ഇല്ല, ചരിത്രത്തിലില്ല. ഔറംഗസേബ് ഷാ ഷുജയെ കൊല്ലാനായി വിശ്വസ്ത സേനാനായകനായ മീർ ജുംളയെ ഏൽപ്പിക്കുകയാണ്. മീർ ജുംളയുടെ സൈനിക സമ്മർദ്ദം ശക്തമായപ്പോൾ ബംഗാളിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഷൂജയ്ക്ക് മനസ്സിലായി. 1660 അദ്ദേഹം കുടുംബവും അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാവരും കൂടി ബർമ്മയിൽ പോയി അവിടുത്തെ രാജാവിനെ പ്രാപിച്ച് അഭയം വാങ്ങി. അവിടെ ഒളിച്ചു താമസിക്കാനെന്നാൽ ഔറംഗസേബ് സഹോദരൻ സമ്മതിച്ചില്ല. 1661 കാലത്ത് ദുരൂഹ സാഹചര്യത്തിൽ ഈ സഹോദരൻ എങ്ങനെയോ അപ്രത്യക്ഷനായി. പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല. നാട് വിട്ടോടിയ ട്രോഡോസ്കിയെ എങ്ങനെയാണോ സ്റ്റാലിൻ അപ്രത്യക്ഷനാക്കിയത്, ഏകദേശം അതുപോലെ ഈ സഹോദരനും അപ്രത്യക്ഷനായി. ദാരാ ഷുക്കോവ് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഷുക്കോവ് രക്ഷപ്പെട്ടു പോയത് ഔറംഗസേബിന് മാനസിക വ്യത ഉണ്ടാക്കി. തന്തയെ ജയിലിലിട്ട് സഹോദരന്മാരെ വെട്ടിക്കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് അനുഭവിച്ചവർക്കേ അറിയൂ. ദാരാ ഷുക്കോവ് അലച്ചിലായിരുന്നു. ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, സിന്ധ് എന്നിവിടങ്ങളിൽ നിന്നും സൈന്യവും പിന്തുണയും സമാഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ നല്ല കാലത്ത് കൂടെ നിന്ന പല പ്രഭുക്കന്മാരും അദ്ദേഹത്തെ കൈവിട്ടു. അപ്പോഴാണ് അഫ്ഗാൻ പ്രഭുവായ മാലിക് ജീവനെ പറ്റി അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. പണ്ട് ഷാജഹാൻ ചക്രവർത്തിയായിരിക്കുന്ന കാലത്ത് മാലിക് ജീവനെ വധശിക്ഷയ്ക്ക് ഷാജഹാൻ വിധിച്ചതാണ്. അപ്പോൾ ദാര ഇടപെട്ട് ഷാജഹാൻ്റെ കാല് പിടിച്ച് മാലിക് ജീവൻ്റെ ജീവൻ രക്ഷിച്ചു. ആ ഉപകാരം മനുഷ്യർ മറക്കില്ലല്ലോ. ദാരയും മകനായ സിബിഹർ ഋഷിഖോഫും കൂടി ആ അഫ്ഗാൻ പ്രഭുവിൻ്റെ വീട്ടിലേക്ക് പോയി. പ്രതീക്ഷിച്ച പോലെ തന്നെ അവർ രണ്ടുപേരെയും അദ്ദേഹം ആദരവോടെ സ്വീകരിച്ചു. ഭക്ഷണവും വിശ്രമവും നൽകി. ഒരു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ മാലിക് ജീവൻ്റെ പടയാളികൾ ദാരാ ഷുക്കോവിനെ വളഞ്ഞു. മാത്രമല്ല അവരുടെ കുടുംബത്തിൻ്റെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചു. ശേഷം ദാരാ ഷിക്കോഗിൻ്റെ രണ്ടാമത്തെ മകനായ സിബിഹർ ഷിഖോഗിനെ പിടികൂടാൻ മാലിക് ശ്രമിച്ചു. എന്നാൽ സിബിഹർ ധീരമായി ചെറുത്തു നിന്നു. തൻ്റെ അമ്പുകൾ കൊണ്ട് 3 പേരെ വധിച്ചു. എങ്കിലും അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. അവനെ കീഴടക്കി കൈകൾ പുറകിൽ കെട്ടിയ നിലയിൽ ദാരാ ഷിക്കോഹിൻ്റെ മുന്നിലെത്തിച്ചു. ആ കാഴ്ച കണ്ട് ഞെട്ടിയ ധാരയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം അപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ ചരിത്രമാണ്. എടാ മാലിക്കേ, നീ ആരംഭിച്ച കാര്യം പൂർത്തിയാക്കൂ. നന്ദി കെട്ടവനും കുടിലതയും നിറഞ്ഞ മനുഷ്യ, ഞങ്ങളെ കൊന്നുകളയൂ. ഞങ്ങൾ ദൗർഭാഗ്യത്തിൻ്റെയും ഔറംഗസീബിൻ്റെ അന്യായമായ ആസക്തിയുടെയും ഇരകളാണ്. എന്നാൽ ഓർക്കുക, നിന്റെ ജീവൻ ഞാൻ പണ്ട് രക്ഷിച്ചു വന്ന ഒറ്റ കുറ്റമല്ലാതെ മരണശിക്ഷ അറിയിക്കുന്ന മറ്റൊരു കുറ്റവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതും ഓർക്കുക, രാജകുടുംബത്തിൽ ജനിച്ച ഒരു രാജകുമാരൻ്റെയും കൈകൾ ഇതുപോലെ പുറകിൽ നിന്നും കെട്ടിയിട്ടില്ല. ഈ വാക്കുകൾ കേട്ട് മാലിക് ജീവൻ ഒരു നിമിഷം ഭയന്നു. അയാൾ പൊടുന്നനെ ദാരയുടെ മകൻ്റെ കൈകൾ അഴിച്ചുവിട്ടു. തുടർന്ന് അവർ രണ്ടുപേരെയും ഔറംഗസേബിൻ്റെ അടുത്തേക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ഡൽഹിയിലെത്തിയ ശേഷം ദാരാ ഷിക്കോഹിനെ വധിക്കുന്നതിന് മുമ്പ് പരസ്യമായി ഒന്ന് അപമാനിക്കാൻ തന്നെ ഔറംഗസേബ് തീരുമാനിച്ചു. അതിനായി അയാളെ ഒരു ചാവാലിയായ ആനയുടെ പുറത്തിരുത്തി, മകനെ അരികത്തിരുത്തി. പിന്നീട് വധശിക്ഷ നടപ്പാക്കുന്ന ആളെയും അതിൻ്റെ ഒപ്പം ഇരുത്തി ഡൽഹിയിലെ തെരുവുകളിലൂടെ ഒരു പ്രദക്ഷിണം. ദാരായെ ചതിച്ച ആ സാമദ്രോഹി ആ ആനയുടെ അരികിലൂടെ കുതിരപ്പുറത്ത് വട്ടം കറങ്ങി. പിന്നീട് ഔറംഗസേബ് ഇവരെ ഒരു വിചാരണ നടത്തി. 1659 ഓഗസ്റ്റിൽ ദാരയെ വധിച്ചു, മകനെ തടങ്കലിലുമാക്കി. മാലിക്കേ, നീ എന്തിനീ ചതി ചെയ്തു? ദാരയ്ക്ക് ഇനി ഭാവിയില്ല. ഔറംഗസേബ് ഉറച്ച അധികാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ദാരയെ പിടിച്ചു കൊടുത്താൽ ഔറംഗസേബിൻ്റെ പ്രീതി ലഭിക്കും, ഉയർന്ന പദവിയും സമ്പത്തും. ഇതാണല്ലോ ലക്ഷ്യം. എന്നിട്ട് വല്ലതും കിട്ടിയോ? ബക്തിയാർ ഖാൻ എന്ന ബഹുമതി പട്ടം ഔറംഗസേബ് മാലിക് ജീവന് നൽകി. ചരിത്രകാരനായ ഖാഫി ഖാൻ്റെ അഭിപ്രായത്തിൽ ദാരാ ഷിക്കോഹിനെയും സിബിഹർ ഷിഖോഹിനെയും പിടികൂടിയതിന് പ്രതിഫലമായി ഔറംഗസീബ്
മാലിക് ജീവൻ പന്നിക്ക് 1000 മൻസബും 200 കുതിരപ്പടയാളികളുടെ അധികാരവും നൽകി എന്നാണ് പറയുന്നത്. ചരിത്രകാരനായ നിക്കോളോ മനുച്ചി പറയുന്നത് ജനങ്ങൾ അങ്ങേരെ ബക്തിയാർ ഖാനുമായല്ല കണ്ടത്, ഒരു അലവലാതി ഖാൻ ആയിട്ടാണെന്നാണ്. ഫ്രഞ്ച് യാത്രികനായ ബെർണിയർ രേഖപ്പെടുത്തുന്നത് ചില ഫക്കീർമാരും നിരവധി ദരിദ്രരും മാലിക് ജീവൻ എന്ന കുപ്രസിദ്ധനായ പത്താനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. മാലിക് ജീവൻ നഗരത്തിലൂടെ പോകുമ്പോൾ ജനങ്ങൾ ഒളിച്ചു നിന്ന് കല്ലും ചെളിയും പറ്റും അവൻ്റെ നേരെ എടുത്തെറിഞ്ഞു. അതിനാൽ ചെളിയിൽ നിന്നും അയാളെ രക്ഷിക്കാൻ സൈന്യത്തെ നിയോഗിക്കേണ്ടി വന്നു. ദാരയുടെ കഥ കഴിച്ചതിന് ശേഷം ഔറംഗസേബിന് ഒരു കടം ബാക്കിയായി. ദാരയെ തോൽപ്പിക്കാൻ മുറാദ് എന്ന സഹോദരനെ കൂടെ നിർത്തിയത് സാമ്രാജ്യം 50-50 ഭരിക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നല്ലോ. ആ കണക്കൊന്ന് തീർക്കണം. മുറാദിന് 2 സ്മോൾ അടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. തീവ്ര മതജീവി ആയിരുന്നതിനാൽ ഔറംഗസേബ് വെള്ളടിക്കില്ല. ഒരു ദിവസം സാമ്രാജ്യത്തെപ്പറ്റിയും അധികാര വിഭജനത്തെപ്പറ്റിയും ചർച്ച ചെയ്യാനായി ഔറംഗസേബ് മുറാദിനെ ഒരു കോക്ടെയിൽ പാർട്ടിക്ക് വിളിച്ചു. വിരുന്നിൽ പങ്കെടുത്ത് കുടിച്ച് ഫിറ്റായി ഉറങ്ങിപ്പോയ മുറാദിനെ അവിടെ നിന്ന് തട്ടോടെ പൊക്കി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നീട് മുറാദിനെ ഗോളിയർ കോട്ടയിൽ തടവിലാക്കി. ഉടൻ വധിച്ചില്ല, ഒരു കാരണം കണ്ടെത്തണമല്ലോ. അത് വേഗം കിട്ടി. അതിനായി 1657 ഒരു കേസ് കുത്തിപ്പൊക്കിയെടുത്ു. മുറാദ് ഗുജറാത്ത് ഗവർണറായിരിക്കെ അലി നഹി എന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ച ശേഷം 1661 ഡിസംബർ 4 മുറാദ് ബക്ഷിനെ നിർദ്ദയം വധിച്ചു. ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് കൊലച്ചതികൾ ഉണ്ട്. പേർഷ്യയുടെ ചരിത്രം നമ്മൾ പറഞ്ഞപ്പോൾ മറ്റൊരു ചതിയെപ്പറ്റി പറഞ്ഞിരുന്നു. അബ്ബാസികളെ ഖിലാഫത്ത് ഉണ്ടാക്കാൻ സഹായിച്ച അബു മുസ്ലിം എന്ന ഒരു പേർഷ്യക്കാരനെ മൻസൂർ എന്ന ഖലീഫ ചതിച്ചു കൊന്ന കഥ. ഷാജഹാൻ്റെ മക്കൾ തമ്മിലുള്ള യുദ്ധം പഴയ ഇന്ത്യയുടെ പിന്നീടുള്ള ഭാവിയെ നിർണയിച്ചു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദാരാ ഷുക്കോവ് ഔറംഗസീബിനെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ, ദാര ജയിക്കുകയായിരുന്നെങ്കിൽ സഹിഷ്ണുതയുള്ള ഒരു ഭരണാധികാരിയെ പഴയ ഇന്ത്യക്ക് കിട്ടുമായിരുന്നു. കാരണം ആ സമയം പടിഞ്ഞാറേ ഭാഗത്ത് മഹാരാഷ്ട്രയിൽ ശിവജി ഒരു മറാത്ത സാമ്രാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാര മുഗൾ ചക്രവർത്തി സ്ഥാനത്ത് എത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഉറപ്പായും ശിവജിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും മറ്റൊരു വിദേശ ശക്തിക്കും ഇന്ത്യയുടെ ഹൃദയഭാഗത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം അവർ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു. ബ്രിട്ടീഷുകാരൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ വലിയൊരു ഭാഗം സ്ഥലം ഹിന്ദു മുസ്ലിം ഭായി ഭായിയായി നിലകൊള്ളുമായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യം? നന്ദി, നമസ്കാരം.